ഇന്ന് നാം പറയാൻ പോകുന്നത് രണ്ടാമത്തെ അജൈൽ പ്രോസസ് മോഡലായ സ്ക്രമ്മിനെ കുറിച്ചിട്ടാണ്. സ്ക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അജൈൽ പ്രോസസ് മോഡലാണെന്ന് നമുക്കറിയാം സ്ക്രം. കാരണം ആദ്യം പറയുന്ന അജൈൽ പ്രോസസ് മോഡലിൽ രണ്ടാമത്തെ ടൈപ്പ് പറയുന്നത് സ്ക്രമ്മാണ്. ഇനി സ്ക്രമ്മിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്ക്രം എന്ന് പറയുന്നത് സ്ക്രമിൻ്റെ പേര്, സ്ക്രം എന്നുള്ള പേര് ഒരു ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് സ്ക്രം എന്നുള്ള നെയിം. ഇതൊരു അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തേഡാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയുന്നൊരു പോയിൻ്റ് തന്നെയാണ്. ഇനി ഇതാരാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ്. ഇത് കൺസീവ് ചെയ്തത് ജെഫ് സുദർലാൻഡും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ടീം വർക്കാണ്. അതിൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത് ജെഫ് സുദർലാൻഡാണ്. ജെഫ് സുദർലാൻഡും അദ്ദേഹത്തിൻ്റെ ടീമും കൂടി 1990s സ്റ്റാർട്ടിങ്ങിലാണ് ഈ ഒരു മെത്തേഡ് ഇൻവെൻറ്റ് ചെയ്തത്. പിന്നീട് വീണ്ടും ഒരുപാട് പേര് ഇതിൽ സ്റ്റഡി നടത്തി, ഇതിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് വീണ്ടും വരുത്തിയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തത്, അതിൽ ഡെവലപ്മെൻറ്റ് ഫീച്ചേഴ്സ് ആഡ് ചെയ്തത് ഷൊബർ ആൻഡ് ബീഡിലാണ്. ഷൊബർ ആൻഡ് ബീഡിൽ, അങ്ങനെ രണ്ട് പേരാണ് അവസാനമായിട്ട് അതിൽ മോഡിഫിക്കേഷൻ എല്ലാം വരുത്തിയത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടത്തിയത് ഷോബറും ബീഡിലുമാണ്. ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് ജസ്റ്റ് പറയാനുള്ളത് സ്ക്രമ്മിനെ കുറിച്ചിട്ട്. സ്ക്രം എന്നുള്ള പേര് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് വന്നൊരു പേരാണ്. ഇതൊരു അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അപ്രോച്ചാണ്. ഇത് കൺസീവ് ചെയ്തത് ജെഫ് സുദർലാൻഡും അദ്ദേഹത്തിൻ്റെ ടീമുമാണ്. ഇതിൽ ഇതിലെ ഡെവലപ്മെൻറ്റ് പെർഫോമേഷൻ നടത്തിയത് ഷോബറും ബീഡിലുമാണ്. ഇതിൽ മെയിനായിട്ട് പറയുന്ന ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് അനാലിസിസ്, ഡിസൈൻ, ഇവല്യൂഷൻ ആൻഡ് ഡെലിവറി. നമുക്കൊരു അജൈൽ പ്രോസസ് മോഡലുകളിലെ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസുകളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ സാധാ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലെ മോഡലിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലും വ്യത്യാസമായിട്ട് തന്നെയാണ് ചെയ്യുന്ന മെത്തേഡുകളിലെല്ലാം വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും പേരുകളിലും സ്റ്റേജിൻ്റെ എണ്ണത്തിലും എല്ലാം തന്നെ വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ റിക്വയർമെൻറ്റ് അനാലിസിസ്, രണ്ടാമത്തെ ഡിസൈൻ, ഇവല്യൂഷൻ ആൻഡ് ഡെലിവറി, ഇങ്ങനെ 4 സ്റ്റേജുകളാണ് സ്ക്രമ്മിൽ വരുന്നത്, സ്ക്രം അജൈൽ പ്രോസസ് മോഡലിൽ വരുന്നത്. ഇതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോസസ് പാറ്റേണുകളാണ്. സോഫ്റ്റ്വെയർ പ്രോസസ് പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ടാണ് സ്ക്രം എന്നുള്ള ഡെവലപ്മെൻറ്റ് മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഏറ്റവും സ്യൂട്ടായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് പ്രോസസ് മോഡലാണ്, അജൈൽ പ്രോസസ് മോഡലാണ് സ്ക്രം. ഇപ്പോൾ കോമൺ ആയിട്ട് വലിയ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം തന്നെ സ്ക്രം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സ്ക്രം മെത്തേഡിൻ്റെ ഫിഗറാണിത്, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്. എന്താണ് സ്പ്രിൻറ്റ് ബാക്ക്ലോഗ്, പിന്നെ ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്താണ്, സ്ക്രം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ചിത്രം കാണിച്ച് ഓരോന്ന് എന്താണെന്ന് പറയാം. ഈ ഫിഗർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും കൂടി ഈ ആളുകളെ ഒന്നും ഇതുപോലെ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കേണ്ടതില്ല. ഒരു ഡയഗ്രാമായിട്ട് ഇതൊരു പീപ്പിൾ റെപ്രസെൻറ്റേഷന് വേണ്ടി വരച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് സ്പ്രിൻറ്റ് അല്ലെങ്കിൽ സ്പ്രിൻറ്റ് ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ? സ്പ്രിൻറ്റ് എന്ന് പറയുന്നത് നാം ഇതിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോസസ് പാറ്റേണിനെയാണ് സ്പ്രിൻറ്റ് എന്ന് പറയുന്നത്. വിത്തിൻ ഈച്ച് ഫ്രെയിം വർക്ക് ആക്ടിവിറ്റി വർക്ക് ടാസ്ക് ഒക്കർ വിത്തിൻ എ പ്രോസസ് പാറ്റേൺ ആയിട്ടാണ് ഇതിലെ ഓരോ വർക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അതിനെ പറയുന്ന പേരാണ് സ്പ്രിൻറ്റ് എന്ന് പറയുന്നത്. Sprint consists of work unit that required to achieve a requirement defined in the backlog. ബാക്ക്ലോഗുകൾ അതായത് ഓരോരോ സെപ്പറേറ്റ് യൂണിറ്റുകളാക്കിയിട്ടാണ് ഓരോ വർക്കിനെയും കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ബാക്ക്ലോഗ് എന്ന് പറയും. ഈ സ്പ്രിൻറ്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത് ഒരു വർക്ക്, ആ വർക്കിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ വർക്കിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ബാക്ക്ലോഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ സ്പ്രിൻറ്റ് ബാക്ക്ലോഗ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഈ ഒരു സ്ക്രമ്മിൽ 30 ഡേയ്സിലാണ് ഈ വർക്ക് ബാക്ക്ലോഗ് ചെയ്യാറ്. അതായത് മാസത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഡിവിഷൻ നടത്തൽ, അതാണ്
സ്പ്രിംഗ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. സ്പ്രിംഗ് ബാക്ക്ലോഗ് ഫീച്ചേഴ്സ് അസൈൻ ടു സ്പ്രിൻറ്റ്, അതായത് എന്തൊക്കെയാണോ അതിൻ്റെ ഫീച്ചറുകൾ എന്നുള്ളത് സ്പ്രിൻറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കലാണ് സ്പ്രിൻറ്റ് ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ. സ്പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രോസസ് പാറ്റേൺ ആണ്, അതായത് ഒരു വർക്ക് പ്രോസസ് പാറ്റേൺ, ഓരോ പ്രോസസ് പാറ്റേൺ ഒരു വർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ ബാക്ക്ലോഗ് ഐറ്റംസ് എക്സ്പാൻഡഡ് ബൈ ടീം, അത് ടീം എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ബാക്ക്ലോഗ് ഐറ്റംസ്. രണ്ട് സെപ്പറേറ്റുകളായിട്ട് ഏത് രൂപത്തിലാവണം എന്നുള്ളത് കാണിക്കുകയാണ്. ഓൾറെഡി ഉള്ള സ്പ്രിൻറ്റ് ബാക്ക്ലോഗിനെ ശരിക്കുള്ളൊരു ഫോർമാറ്റിലേക്ക് ആക്കി വയ്ക്കുക. അതാണ് ഇത് ഇവിടെ കാണുന്നത്. ഈ ഓരോന്നും പ്രൊഡക്റ്റ് ബാക്ക്ലോഗാണ്. പ്രയോറിറ്റൈസ്ഡ് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ഡിസൈഡ് ബൈ ദ കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണം, കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് കസ്റ്റമർ പ്രയോറിറ്റി കൊടുക്കുന്നത് ഏതിനാണോ അതിൻ്റെ ഓർഡറിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ വർക്കിനനുസരിച്ചിട്ട് ആണ് പിന്നെ ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ കുറച്ചൊരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും ഈസിയാണ്. മനസ്സിലാവാത്ത ഭാഗങ്ങളിൽ വീണ്ടും റിപ്പീറ്റേഷൻ തരുന്നതാണ്. അപ്പോൾ സ്പ്രിൻറ്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്തപ്പെട്ട സ്പ്രിൻറ്റിനെ ഓരോ 30 ദിവസം, ഒരു മാസത്തിലൊരു തവണ അത് കസ്റ്റമൈസ് ചെയ്തിട്ട് ബാക്ക്ലോഗ് ആക്കി വെക്കുന്ന പ്രോസസ്സാണ് സ്പ്രിൻറ്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും മാസത്തിലൊരിക്കലാണ് ചെയ്യുന്നത്. ബാക്ക്ലോഗ് പ്രൊവൈഡ്സ് ലിസ്റ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് ഓഫ് ഫീച്ചേഴ്സ് ദാറ്റ് പ്രൊവൈഡ് ബിസിനസ് വാല്യൂ ഫോർ ദി കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണം ബിസിനസ് വാല്യൂ റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രയോറിറ്റി ചെയ്യപ്പെട്ട ലിസ്റ്റിനെയാണ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ആവശ്യകത ഉള്ള ലിസ്റ്റ്, പിന്നെ അങ്ങനെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക, അതാണ് ബാക്ക്ലോഗ്. ഇനി എന്താണ് സ്ക്രം മീറ്റിംഗ്? സ്ക്രം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 24 ഹവേഴ്സിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. 24 ഹവേഴ്സ് ഉള്ളിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ് സ്ക്രം മീറ്റിംഗ്. ഞാൻ പറഞ്ഞു. അതേസമയം സ്പ്രിൻറ്റ് ബാക്ക്ലോഗ് പറയുമ്പോൾ 30 ഡേയ്സിൽ ഒരിക്കൽ, അതായത് മന്ത്ലി 1 ആണ്, ഒറ്റ പ്രാവശ്യമാണ് ചെയ്യുന്നത്. അതേസമയം സ്ക്രം മീറ്റിംഗ് എന്ന് പറയുന്നത് ഡെയിലി ആണ്. അത് വളരെ കുറച്ച് ടൈമാണ്, ഒരു 15 മിനിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഡെയിലി വർക്ക്, അതായത് വിത്തിൻ 24 ഹവേഴ്സിലാണ്, 24 മണിക്കൂറിൽ ഒരു പ്രാവശ്യം നടക്കുക. ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാവാം, ഒന്നുകിൽ രാവിലെ ഒരു ടൈം, അത് ശരിക്കും പറഞ്ഞാൽ കമ്പനീസിനെല്ലാം ഒരു കറക്റ്റ് ടൈം ഉണ്ടായിരിക്കും. 10 മണിക്ക് ചേർന്നൊരു 15 മിനിറ്റ്, 10-15 വരെ, അങ്ങനെ ഒരു ടൈം ഷെഡ്യൂളിലാണ് ഇത് നടത്തുക സ്ക്രം മീറ്റിംഗ്. ഷോർട്ട് മീറ്റിംഗ് ഹെൽഡ് ഡെയിലി ബൈ ദ സ്ക്രം ടീം. ഒരു സ്ക്രം ടീം ഉണ്ടാവും, ആ സ്ക്രം ടീമിന് ഒരു മാസ്റ്റർ ഉണ്ടാവും, സ്ക്രം മാസ്റ്റർ എന്ന് പറയുക. അവർ ടീമും മാസ്റ്ററെല്ലാം കൂടി ചേർന്നിട്ടാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ഒരു 15 മിനിറ്റേ ഉണ്ടാവുള്ളൂ, അത്ര ഷോർട്ട് 15 മിനിറ്റ് ഉള്ള സ്ക്രം മീറ്റിങ്ങിന് മെയിനായിട്ടുള്ള കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ്. ആ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കലും അതിൻ്റെ ആൻസർ കണ്ടെത്തലും ചെയ്താൽ ആ സ്ക്രം മീറ്റിംഗ് കംപ്ലീറ്റ് ആയി. ആ 3 ക്വസ്റ്റ്യൻസ് എന്താണ് എന്നുള്ളതാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് യു ഡു സിൻസ് ലാസ്റ്റ് ടീം മീറ്റിംഗ്? നമ്മൾ ലാസ്റ്റ് മീൻസ് പറയുമ്പോൾ തലേ ദിവസത്തെ മീറ്റിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ തീരുമാനിച്ചത്, അത് ചെയ്തോ? അതാണ് ഫസ്റ്റത്തെ. വാട്ട് ഡിഡ് യു ഡു സിൻസ് ലാസ്റ്റ് ടീം മീറ്റിംഗ്, എന്താണ് ചെയ്തത് എന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഒബ്സ്റ്റക്കിൾസ് ആർ യു എൻകൗണ്ടറിങ്? എന്തൊക്കെ തടസ്സങ്ങളാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സിലുള്ളത്, നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് എൻകൗണ്ടർ ചെയ്യലാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ എന്ന് പറയുന്നത്, വാട്ട് ഡു യു പ്ലാൻ ടു അക്കംപ്ലിഷ് ബൈ ദ നെക്സ്റ്റ് ടീം മീറ്റിംഗ്? നാളത്തെ ഒരു ടീം മീറ്റിങ്ങിൽ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്ലാനിങ്. വാട്ട് ഡു യു പ്ലാൻ ടു അക്കംപ്ലിഷ് ബൈ ദ നെക്സ്റ്റ് ടീം മീറ്റിംഗ്? അത്രയാണ് സ്ക്രം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സ്ക്രം മീറ്റിംഗ്. നമ്മൾ ചിത്രത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ 4 പേര് ഇരുന്ന് കൊണ്ട് നടത്തുന്ന സ്ക്രം മീറ്റിംഗ് ആണ്. സ്ക്രം 15 മിനിറ്റ്സ് ഡെയിലി മീറ്റിംഗ് ആണ്. നിങ്ങളുടെ 24 ഓരോ 24 ഹവേഴ്സിലും നടക്കുക. ഒരു 24 ഹവേഴ്സ് എന്ന് ഉദ്ദേശിക്കാൻ കാരണം ഓരോ ദിവസം, അതാണ് അങ്ങനെ ഉദ്ദേശിച്ചിട്ട്. അതിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞത്. ഈ 3 ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യൽ. പിന്നെ ഈ ബാക്ക്ലോഗ് പ്രോസസ്സിങ്ങിനാണ് എവറി 30 ഡേയ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് ഇത് കസ്റ്റമൈസ് ചെയ്യൽ. പിന്നെ അതിൻ്റെ വർക്കിനനുസരിച്ചിട്ട് ബാക്ക്ലോഗ് ചെയ്യപ്പെടും. അത് മാസത്തിലൊരിക്കലും ഇതിൻ്റെ ഒരു മീറ്റിംഗ് വഴിയാണ് അത് തീരുമാനം. മാസത്തിൽ 30 ദിവസം വെച്ചുകൊണ്ടാണ് ആ വർക്ക് ചെയ്യൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഇത്രയും ഈ പ്രോസസ്സാണ് ഇത് നടക്കുന്നത്. അപ്പോൾ സ്ക്രം എന്താണ്, സ്ക്രം മീറ്റിംഗ് എന്താണ്, സ്പ്രിൻറ്റ് എന്താണ്, സ്പ്രിൻറ്റ് ബാക്ക്ലോഗ് എന്താണ്, ബാക്ക്ലോഗ് എന്താണ്,
ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഇതിലുള്ള ടെക്നിക്കൽ വേർഡ്സ്. ഇത് ടെക്നിക്കൽ വേർഡ്സ് എന്തായാലും അറിഞ്ഞാൽ മാത്രമേ സ്ക്രം എന്നുള്ള അജൈൽ പ്രോസസ് മോഡലിനെ കുറിച്ച് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി ഉള്ളൊരു വർക്കിന് അഡീഷണൽ ആയിട്ടുള്ള ഫങ്ഷണാലിറ്റി ആഡ് ചെയ്യുക, അത് ഒരു ബിസിനസ് വാല്യൂ മനസ്സിലായി ഒരു ബിസിനസ് ഫീൽഡിൽ ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അജൈൽ പ്രോസസ് മോഡലിൻ്റെ ആവശ്യകത അതാണ്. അത് സ്ക്രമ്മിൽ വളരെയധികം ഉണ്ട്. സ്ക്രം എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അജൈൽ പ്രോസസ് മോഡലാണ്. അപ്പോൾ സ്പ്രിൻറ്റ് പറഞ്ഞു, ബാക്ക്ലോഗ് പറഞ്ഞു, സ്ക്രം മീറ്റിംഗ് പറഞ്ഞു. സ്ക്രം മീറ്റിംഗ് ആയാലും എന്തായാലും അതിലെ ടീം ലീഡർ സ്ക്രം മാസ്റ്റർ എന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. എ ടീം ലീഡർ കോൾഡ് സ്ക്രം മാസ്റ്റർ. ഹി ലീഡ്സ് ദ മീറ്റിംഗ് ആൻഡ് ആക്സസസ് ദ റെസ്പോൺസസ് ഫ്രം ദ ഈച്ച് പേഴ്സൺ. ആ സ്ക്രം മാസ്റ്ററാണ് മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതും ഓരോ വ്യക്തിയുടെ കയ്യിൽ നിന്നുള്ള റെസ്പോൺസ് ആക്സസ് ചെയ്യുന്നതും സ്ക്രം മാസ്റ്ററാണ്. സ്ക്രം മീറ്റിംഗ് ഹാവ്സ് എ ടീം ടു അൺകവർ ദ പൊട്ടൻഷ്യൽ പ്രോബ്ലം ആസ് വെൽ ആസ് പോസിബിൾ. ഈ സ്ക്രം മീറ്റിംഗ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത്, എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ആണോ ഉള്ളത്, അത് എത്രയും പെട്ടെന്ന് അൺകവർ ചെയ്യാൻ കഴിയും. എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡെയിലി മീറ്റിംഗ് കൊണ്ട് കഴിയും. അതാണ് സ്ക്രം മീറ്റിംഗ് കൊണ്ടുള്ള ഗുണം. നാളേക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പ്രശ്നമുണ്ടോ അത് നാളെ പരിഹരിക്കപ്പെടും. അതാണ് സ്ക്രം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഇനി ഡെമോസ് എന്ന് പറഞ്ഞാൽ ഡെലിവർ ദ സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റ് ടു ദ കസ്റ്റമർ സോ ദാറ്റ് ദ ഫങ്ഷണാലിറ്റി ദാറ്റ് ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഇവാലുവേറ്റഡ് ബൈ ദ കസ്റ്റമർ. ഡെമോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻക്രിമെൻറ്റ് കസ്റ്റമറിന് ഡെലിവർ ചെയ്യുക. ഇൻക്രിമെൻറ്റ് നമുക്കറിയാം അജൈൽ പ്രോസസ് മോഡൽ എന്ന് പറയുമ്പോൾ ഇറ്ററേറ്റീവ് മെത്തേഡാണ്. അത് റിപ്പീറ്റബിൾ ആണ്. ഓരോ ഇൻക്രിമെൻറ്റിലും ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റി ആഡ് ചെയ്ത് വരുന്നതാണ് അജൈൽ പ്രോസസ് മോഡൽ. അതുകൊണ്ട് കസ്റ്റമർ ഡെലിവർ ചെയ്യുമ്പോൾ ഒരു ഇൻക്രിമെൻ്റാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. കാരണം ഇനിയും അതിൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം. കസ്റ്റമർ കൊടുത്ത് വീണ്ടും നമുക്ക് വേണമെങ്കിൽ അതിൽ അപ്ഡേഷൻ നടത്താം. അപ്പോൾ ഡെലിവർ ദ സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റ് ടു ദ കസ്റ്റമർ സോ ദാറ്റ് ദ ഫങ്ഷണാലിറ്റി ദാറ്റ് ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഇവാലുവേറ്റഡ് ബൈ ദ കസ്റ്റമർ. അത് എങ്ങനെയൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കലാണ് ഡെമോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The Scrum process pattern enables a software team to work successfully in a world. ഈ സ്ക്രം പ്രോസസ് പാറ്റേൺ എന്നതുകൊണ്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫീൽഡ് വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സോഫ്റ്റ്വെയർ ടീമിൻ്റെ വർക്ക് വേൾഡിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സ്ക്രം എന്നുള്ളൊരു അജൈൽ പ്രോസസ് മോഡൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. വേർ ദ എലിമിനേഷൻ ഓഫ് അൺസർട്ടൻ ഈസ് ഇമ്പോസിബിൾ. എവിടെയാണോ എലിമിനേഷൻ വേണ്ടത്, അതായത് ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കി എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് പോസിബിൾ ആക്കിയത്, അതായത് ഇമ്പോസിബിൾ അല്ലാത്ത കാര്യങ്ങളെ പോസിബിൾ ആക്കിയതാണ് സ്ക്രം പ്രോസസ് മോഡൽ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അജൈൽ പ്രോസസ് മോഡലായ സ്ക്രം കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. സ്ക്രം എന്ന് പറയുന്നത് വളരെയധികം സക്സസ്ഫുൾ ആയൊരു മെത്തേഡാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫീൽഡിൽ കിൻഫ്ര പോലുള്ള കമ്പനികളിൽ വിപ്രോ പോലുള്ള കമ്പനികളിലെല്ലാം തന്നെ ഇപ്പോൾ ചെയ്യുന്നത് സ്ക്രം ആണ്. ഓക്കെ, താങ്ക് യു.